ഇതുപോലെയുള്ള ഒരു എക്സിബിഷനിൽ ഞാൻ ഈ എക്സിബിഷൻ കണ്ടിരുന്നു. എക്സിബിഷൻ എനിക്ക് തോന്നിയത് ദൈവം, പ്രപഞ്ചം, മനുഷ്യൻ എന്ന തീമിലുള്ള ഈ എക്സിബിഷൻ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ എക്സിബിഷൻ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത്, അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ ഓർത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ പിണ്ടനന്ദി എന്ന ഒരു ചെറിയ പദ്യകൃതിയുണ്ട്. ഈ പദ്യകൃതി പറയുന്നത് ഗർഭത്തിലിരിക്കുന്ന ഒരു അരൂപിയായ ഒരു ജീവി, അത് അച്ഛൻ്റെയും അമ്മയുടെയും ധനത്തിൻ്റെയും ശക്തിയുടെയും ഒന്നും ബലമില്ലാതെ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത് എത്രമാത്രം തമ്പുരാൻ്റെ കനിവോട് കൂടിയാണെന്നാണ് പിണ്ടനന്ദി പറയുന്നത്. ഇതിലെ ഈ സ്റ്റാളിൽ ആദ്യത്തെ സ്റ്റാള് എന്നെ അത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അടുത്ത സ്റ്റാളുകളിൽ ഞാൻ കണ്ടത് വൈവിധ്യങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ഒരു നരകമാണോ അതോ വൈവിധ്യങ്ങൾ ഈ ലോകത്തിൻ്റെ ഒരു സാധാരണ രീതിയാണോ എന്നതിനെക്കുറിച്ചാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അത്തരമൊരു എക്സിബിഷൻ നടക്കുമ്പോൾ എടുക്കാവുന്ന, സ്വീകരിക്കാവുന്ന ഒരു ചർച്ചാ വിഷയമാണ് ഇസ്ലാമോഫോബിയ. എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ജിൻഡോ ജോണും ശ്രീ സുദേശം രഘുവും നിർത്തിയെടുത്ത് നിന്ന് ഇത് ആരംഭിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. നാം ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇസ്ലാമോഫോബിയയെക്കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമാണ്. ഇസ്ലാമോഫോബിയയെക്കുറിച്ച് ഏകദേശം നേരത്തെ അതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്താണ് ഇസ്ലാമോഫോബിയ എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ, അതിനോടുള്ള പ്രതിരോധം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കണക്കുകളും ശരിവെക്കുന്നുണ്ട്. ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കൾ, അത് യുവ സുഹൃത്തുക്കൾ, ഗവേഷകരായ ആളുകളൊക്കെ ചേർന്ന് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇസ്ലാമോഫോബിയയ്ക്കെതിരെയുള്ള പ്രതിരോധം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ നാം പരിശോധിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഇസ്ലാമോഫോബിയ ഒരു കക്ഷി രാഷ്ട്രീയമായ പ്രശ്നമായി ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നതാണ്. ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള പോരാട്ടങ്ങൾ പലപ്പോഴും ഒരു കക്ഷി മറുകക്ഷിയെ മറികടക്കുന്നതിനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇസ്ലാമോഫോബിയ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഇടതുപക്ഷമാണ്. ഒരു പരിധിവരെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇസ്ലാമോഫോബിയ കഴിഞ്ഞ കാലങ്ങളിൽ കുറേയൊക്കെ കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കാലങ്ങൾ ഇസ്ലാമോഫോബിയയുടെ ഒരു വിളവെടുപ്പ് കാലമാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിക് പ്രചാരണങ്ങൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇസ്ലാമോഫോബിയ വളരെ ശക്തമായി വരികയും അതിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ടാവുകയാണ് ചെയ്യാറുള്ളത്. ആ കുത്തൊഴുക്കിൽ ഇടതുപക്ഷമാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ട് മുന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് കുറേയൊക്കെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രചാരണ തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഏറെക്കുറെ കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പും പിന്നീടുണ്ടായ തിരഞ്ഞെടുപ്പുകളിലും ആ രീതി കുറേയൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാം. പ്രതിപക്ഷ നേതാവ് വെൽഫെയർ പാർട്ടിയോട് എടുത്തൊരു സമീപനം ഞാൻ നിങ്ങളുടെ ഇത് ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി സൂചിപ്പിക്കുന്നതല്ല, ഇസ്ലാമോഫോബിയയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. വെൽഫെയർ പാർട്ടിയുടെയും അതുപോലെ SDPIയുടെയും പിന്തുണയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് എടുത്ത സമീപനം ആദ്യം ഞങ്ങൾക്കത് താല്പര്യമില്ലെന്ന് നേരിട്ട് പറയുകയാണ് ചെയ്തത്. വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ അത് ആദ്യം അവർ നിശബ്ദത പാലിച്ചു ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ. പിന്നീട് നിശബ്ദത പാലിക്കുന്നതിന് പകരം അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നേടിയാൽ എന്താ കുഴപ്പം എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അത് ഇസ്ലാമോഫോബിയക്കെതിരെയുള്ളൊരു പോരാട്ടമായി അല്ലെങ്കിൽ അതിലുള്ളൊരു മുന്നോട്ട് പോക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായൊരു നീക്കം നാം കാണുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം നാം കാണുകയുണ്ടായില്ല. എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് ഏറ്റവും ശക്തമായ മുസ്ലിം അനുകൂല നിലപാടെടുത്ത സംഘടന CPI ആണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിഭജനത്തിൻ്റെ എല്ലാ ദുരിതങ്ങൾക്കിടയിലും 1946, 47, 48 കാലത്ത് മുസ്ലിം അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുള്ളത്.
ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് നാം കാണുന്നത് പോലെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, കീഴാള പ്രസ്ഥാനങ്ങളുടെ കീഴാള സമുദായ നേതാക്കന്മാരും ഇന്ന് വളരെ ശക്തമായ തോതിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി മനസ്സിലാക്കരുത് എന്ന് പറഞ്ഞത്. ഇസ്ലാമോഫോബിയ രണ്ട് തരത്തിലാണ്. ഒന്ന്, അതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നവും, മറ്റൊന്ന് ഭരണകൂട ഇസ്ലാമോഫോബിയാണ്. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കടന്നു വരികയും ഈ പറയുന്ന സർക്കാരുകൾ മുഴുവൻ ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള നിലപാടെടുക്കുമെന്ന് നാം പ്രതീക്ഷിക്കാമോ? ഞാനൊരു നിഷ്പക്ഷനല്ല എങ്കിൽ പോലും ഒരു ഇസ്ലാമോഫോബിയയുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇസ്ലാമോഫോബിയ ഇതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇസ്ലാമോഫോബിയ രാഷ്ട്രീയ കക്ഷികളുടെ മാത്രം പ്രശ്നമല്ല, അത് ഒരു ഭരണകൂട പ്രശ്നം കൂടിയാണ്. അതായത് അതൊരു ഭരണകൂടത്തിൻ്റെ ഒരു ഇസ്ലാമോഫോബിയ, ഒരു ഭരണകൂട ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി നാം അനുഭവിക്കുന്നുണ്ട്. അതായത് ഈ ഭരണകൂടം തന്നെ ഇസ്ലാമോഫോബിക്കാണ്. അപ്പം ഈ ഭരണകൂടം തന്നെ ഇസ്ലാമോഫോബിക് ആവുകയാണെങ്കിൽ ആ ഭരണകൂടം തന്നെ ഇസ്ലാമോഫോബിക് ആവുകയാണെങ്കിൽ ആ ഭരണകൂടത്തിൽ ഏത് കക്ഷിയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. ഏത് കക്ഷിയാണെങ്കിലും ഭരണകൂട ഇസ്ലാമോഫോബിയയ്ക്ക് അടിമപ്പെടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? 1947 ഇന്ത്യ സ്വതന്ത്രമാവുന്നത്. ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് ഒരു വിഭജനം കൂടെ നടക്കുകയുണ്ടായി. ഈ വിഭജനം നടക്കുന്ന സമയത്താണ് മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രധാനപ്പെട്ട ആരോപണം വരുന്നത്. മുസ്ലിങ്ങൾ സംഘടിക്കുകയാണെങ്കിൽ അത് രാജ്യത്തെ വിഭജനത്തിന് കാരണമാവും. മുസ്ലിങ്ങൾ എങ്ങനെ സംഘടിക്കുകയാണെങ്കിലും അത് വിഭജനത്തിന് കാരണമാകും എന്നാണ് ആ കാലഘട്ടത്തിൽ കരുതിയിരുന്നത്. മുസ്ലിങ്ങൾ ഇതുപോലെ ഒത്തുകൂടുകയാണെങ്കിൽ, മുസ്ലിങ്ങളും ഏതെങ്കിലും സ്കൂളുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങൾ വിശ്വാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ, അവരൊരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ, അവരൊരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം വിഭജനത്തിന് കാരണമാകുമെന്ന് കരുതപ്പെട്ടിരുന്നു. അത് നമ്മുടെ വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആഖ്യാനത്തിൻ്റെ ഒരു നിർമ്മിതിയാണ്. ആ കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ സംഘടന പാടില്ല എന്നൊരു സമീപനം കോൺഗ്രസും അതുപോലെയുള്ള ഒരു ഘട്ടം കഴിയുമ്പോൾ ഇടതുപക്ഷവും ഈ ഒരു സമീപനത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾ സംഘടിക്കുകയാണെങ്കിൽ അത് വിഭജനത്തിന് കാരണമാകുമെന്ന് ഒരു ആഖ്യാനം രൂപപ്പെട്ടു. അതിൻ്റെ ഒരു അലയൊലി നമുക്കിന്നും കാണാം. വെൽഫെയർ പാർട്ടിക്കെതിരെ, SDP-ക്കെതിരെ, PDP-ക്കെതിരെ, നമ്മുടെ നാട്ടിൽ കാണുന്ന മുഴുവൻ മുസ്ലിം സംഘടനകൾക്കെതിരെയും പലതരത്തിലുള്ള ഇസ്ലാമോഫോബിക് ആഖ്യാനങ്ങൾ നിലനിൽക്കുന്നത് ഈ വിഭജനത്തിൻ്റെ ഈ ഓർമ്മയ്ക്കുള്ളിലാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ സംഘാടനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇസ്ലാമോഫോബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. മറ്റൊന്ന് മതത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. അതല്പം ക്ലിഷ്ടത നിറഞ്ഞതാണെങ്കിലും ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഹിന്ദു മതം ഒരു മതമാണോ സംസ്കാരമാണോ? എൻ്റെ ബലമായ സംശയം, ആളുകൾ അതിനെ മതമാണെന്നൊരു പക്ഷം പറയുകയും മറ്റൊരു പക്ഷം അത് അതേസമയം തന്നെ സംസ്കാരമാണ് എന്ന് പറയുകയും ചെയ്യും. ഇതേ ചോദ്യം ഞാൻ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ്. മുസ്ലിങ്ങൾ ഇസ്ലാം ഒരു മതമാണോ ഒരു സംസ്കാരമാണോ? യാതൊരു സംശയവും ഉണ്ടാവില്ല, ഇസ്ലാം ഒരു മതമാണ് എന്നാണ് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇന്ത്യൻ മനുഷ്യൻ, ഇന്ത്യയിൽ പൗരൻ പറയാൻ സാധ്യത. ഈ ഹിന്ദു എന്ന് പറയുന്നത്, ഹൈന്ദവത എന്ന് പറയുന്നത് മതമാണോ സംസ്കാരമാണോ എന്നൊരു കാഴ്ചപ്പാട് 47 നാം ചർച്ച ചെയ്തത്. ആ സമയത്ത് ഇതൊരു പ്രത്യേക തരത്തിലുള്ള നിർവചനമാണ്. ഹിന്ദുക്കളുടെ ബഹുസ്വരതയെക്കുറിച്ച് സംസാരിക്കാൻ, സഹിഷ്ണുതയെക്കുറിച്ച് സംസാരിക്കാൻ ഒക്കെ നാം ഉപയോഗിക്കുന്നത് അവരൊരു മതമാണ് എന്ന ആഖ്യാനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സഹിഷ്ണുത കാണിക്കുകയാണെങ്കിൽ അത് ആ ഹിന്ദു മതം വളരെ ബഹുസ്വരമായ മതമാണ്, അത് സഹിഷ്ണുതയുള്ള മതമാണ്. അപ്പോൾ മതം എന്ന വാക്കാണ് നാം ഉപയോഗിക്കുക. ചില ഘട്ടങ്ങളിൽ നാം ഒരു കുഴപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മതം എന്ന അതിൻ്റെ ആ പരിധി വിടുകയും അത് സംസ്കാരത്തിലേക്ക് മാറ്റുകയും ചെയ്യും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഹിന്ദു കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ അവരുടെ മക്കളെ വിവാഹം കഴിക്കുന്നത്, അവർ ജാതി മാറിയോ അല്ലെങ്കിൽ മതം മാറിയോ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് നാം സാധാരണ പറയുന്നത്, അതിനെ അവരുടെ മാതാപിതാക്കൾ എതിർക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നാം പറയുക ആ കുടുംബം ഒരു യാഥാസ്ഥിതിക കുടുംബമാണെന്നാണ്. മതപരമായ സൂചനകളില്ല.
ഇതേ കാര്യം ഒരു മുസ്ലിങ്ങളെ കുറിച്ച്, ഒരു മുസ്ലിം കുടുംബത്തെ കുറിച്ചാണെങ്കിൽ നാം എന്ത് പറയും? ഇവർ ഒരു മതമൗലികവാദ കുടുംബമാണ്, അവരൊരു മൗലികവാദികളാണ് എന്ന് നാം പറയും. അവിടെ ഒരു മതപരമായ സൂചനയുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ എല്ലായ്പ്പോഴും മതപരമായ സൂചന ഉപയോഗിക്കുകയും എന്നാൽ ഹിന്ദുക്കളെ കുറിച്ച് പറയാൻ ആവശ്യമായ സമയങ്ങളിൽ മതവും മറ്റു സമയങ്ങളിൽ സംസ്കാരവും ഉപയോഗിക്കും. ഈ മതമായും സംസ്കാരവുമായും പകർന്നാടാനുള്ള, ആവശ്യമായ സമയത്ത് മതമായും മറ്റ് സന്ദർഭങ്ങളിൽ സംസ്കാരവുമായും പകർന്നാടാനുള്ള ഈ സൗകര്യം ഇന്ത്യയിൽ ഹിന്ദുമതത്തിന് മാത്രമേ ഉള്ളൂ. അത് ഇസ്ലാമിന് ആ ഒരു സൗകര്യമില്ല. അപ്പോൾ മതം ഒരു കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ നിർവചനത്തിൽ ഉൾക്കൊള്ളാവുന്ന ഏക മതം യഥാർത്ഥത്തിൽ ഇസ്ലാമാണ്. ക്രൈസ്തവത ഒരു പരിധിവരെയൊക്കെയാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മതമല്ലാത്തത് കൊണ്ട്, ഇന്ത്യയിലെ വളരെ കൂടുതൽ അംഗങ്ങളുള്ളൊരു മതമല്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാന ഭീഷണിയല്ല അതിൻ്റെ പരിധിയിൽ. അപ്പം മതത്തിൻ്റെ എല്ലാ കുഴപ്പങ്ങളുടെയും പരിധിയിൽ വരുന്നത് ഇസ്ലാമായിരിക്കും. ഇപ്പോൾ പണിയണ പള്ളിയെക്കുറിച്ചുള്ള പാട്ടുകൾ നാം കേട്ടിട്ടുണ്ട്. പള്ളി എന്ന് പറയുമ്പോൾ ആർക്കും ക്രൈസ്തവത, ഒരു ക്രിസ്ത്യൻ പള്ളിയെ നാം ഓർക്കുന്നില്ല. കാരണം അതുകൊണ്ടാണ് മതം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് അത് വഴിവെട്ടുകയാണ്. അത് നമ്മുടെ ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മതമായും സംസ്കാരവുമായും പരസ്പരം വെച്ചു മാറാനുള്ള കഴിവ്, ഒരു അയവ് ഹിന്ദു മതത്തിനുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഹൈന്ദവതയ്ക്കുണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന് അത് നൽകുന്നില്ല. ഇത് ഇസ്ലാമിനോട് എതിരായിട്ടുള്ള ഒരു അപരത്വം ഇസ്ലാമിനെതിരെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യൻ ദേശീയയുടെ ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് വിഭജനമാണ്, മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന സംസ്കാരമാണ്. ഈ സംസ്കാരം മറ്റൊന്നു കൂടി ഉണ്ടാക്കുന്നുണ്ട്. മതങ്ങളെ അത് രണ്ടായി തരംതിരിക്കുന്നു. ഏതാ രണ്ടായി തരംതിരിക്കുന്നത്? ഒന്ന് ഒരു വിദേശ മതവും മറ്റൊന്ന് സ്വദേശി മതങ്ങളാണ്. അപ്പോൾ ഏതാ വിദേശി മതം? ഇസ്ലാം ഒരു വിദേശി മതമാണ്. സ്വാഭാവികമായും ക്രൈസ്തവതയും ഒരു വിദേശി മതമാണ്. എന്നാൽ ഇത് നിലനിൽക്കുക തന്നെ നമുക്കറിയാം, പാർസി ഒരു വിദേശ മതമാണോ ഒരു സ്വദേശി മതമാണോ? പക്ഷേ ഇന്ത്യൻ സംസ്കാരത്തിൽ, ഇന്ത്യൻ കാഴ്ചപ്പാടുകളിൽ പാർസി മതം അത് ഇറാനിൽ നിന്ന് വന്നതാണെന്നോ അല്ലെങ്കിൽ സൗരാഷ്ട്രീയൻ മതമാണെന്നൊന്നും ഒരു പരിഗണനയുമില്ലാതെ അതൊരു ഇന്ത്യൻ മതമായാണ് നാം പരിഗണിക്കുന്നത്. അപ്പോൾ ഈ മതത്തിലെ സിഖുകാരും അതുപോലെ തന്നെ ബുദ്ധമതം ഉണ്ടായത് നേപ്പാളിലാണ്. പക്ഷെ അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി നാം മനസ്സിലാക്കുന്നു. ജൈനമതം ഉണ്ടാകുന്നതിന്റെ കണക്കുകൾ വരുന്നത് പോലും 1840-കളിലാണ്. അപ്പോൾ ഇന്ത്യൻ മതമെന്നും ഇന്ത്യൻ വിദേശ മതമെന്നൊരു തരംതിരിവ് വളരെ പെട്ടെന്ന് 1947 കൂടി ശക്തമായി രൂപം കൊള്ളുന്നു. ഇതേ ഒരു പുതിയ തരംതിരിവായിരുന്നില്ല. ഈ വളരെ കാലങ്ങൾക്ക് മുന്നേ ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ മതം അതുപോലെ തന്നെ ഹൈന്ദവതയെയും ക്രൈസ്തവതയെയും ഇസ്ലാമിനെയൊക്കെ ഇന്ത്യൻ മതം അല്ലെങ്കിൽ വിദേശ മതം എന്ന കാഴ്ചപ്പാട്, സ്വദേശി മതം വിദേശി മതം എന്ന കാഴ്ചപ്പാടിനെ ശക്തമായി പ്രതിരോധിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവ്, അത് അദ്ദേഹത്തിൻ്റെ ഏകമതം എന്ന് പറയുന്നത്, ഇതൊരു സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഏകമതം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ഈ ദേശങ്ങളനുസരിച്ചുകൊണ്ട് മതങ്ങളെ തരംതിരിക്കുന്നതിനെതിരാണ്. അപ്പോൾ ഇത്തരത്തിലെ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ചില മതങ്ങൾ, ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ, അത് ഇന്ത്യയുടെ ദേശീയതയുടെ ഭാഗമായ ചില മതങ്ങൾ, എന്നാൽ ദേശീയതയുടെ ഭാഗമല്ലാത്തൊരു മതം, അതാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അത് കക്ഷി രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല. ഇസ്ലാമിനോട് ഇന്ത്യൻ ഭരണകൂടത്തിനൊരു പ്രതിപക്ഷതയുണ്ട്. ഇന്ത്യൻ ഭരണകൂടം കരുതുന്നത് ഇസ്ലാം അതിന് പുറത്തുള്ളൊരു കാര്യമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിൽ കീഴാള പ്രസ്ഥാനങ്ങൾ, ഞാൻ നിർത്താം, കീഴാള പ്രസ്ഥാനങ്ങൾ ആ കാലത്ത് ഹൈന്ദവരായി കരുതിയിരുന്നവരല്ല. എന്നിട്ടും എങ്ങനെയാണ് അവർ ഹൈന്ദവതയിലേക്ക് ചേക്കേറുന്നത്? ഇന്ത്യൻ ദേശീയത ഉണ്ടാകുന്ന സമയത്ത് ഉള്ള ഒരു പ്രത്യേക രീതിയിലൂടെയാണ്. ഇന്ത്യൻ ദേശീയതയുടെ നിർമ്മിതിയും ഇന്ത്യൻ ഹിന്ദുവിൻ്റെ നിർമ്മിതിയും ഒരേ കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ്. അത് രണ്ട് കാര്യങ്ങളല്ല. ഈഴവരെ കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ഈഴവർ ഹിന്ദുക്കളായതും, ഈഴവർ പണ്ട് ഹിന്ദുക്കളെന്ന് കരുതിയിരുന്നവരാണ്, എങ്കിലും ഈഴവർ അവരുടെ സാമുദായികത ഉപേക്ഷിക്കുകയും ഹിന്ദു എന്ന് പറയുന്ന ഒരു ഘടനയുടെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തത് ഇന്ത്യ ഒരു ദേശീയതയായി രൂപം കൊണ്ട സമയത്താണ്. എന്ന് പറഞ്ഞാൽ ദേശീയതയുടെ രൂപം കൊള്ളലും ഇന്ത്യയിലെ ഹൈന്ദവതയുടെ രൂപം കൊള്ളലും ഒരേ സമയം നടന്ന ഒരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ ഒരേ പ്രക്രിയയെ നാം രണ്ട് രൂപങ്ങളിൽ, രണ്ട് വാക്കുകളിൽ പറയുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ദേശീയതയും ഇന്ത്യൻ ഹൈന്ദവതയുടെയും ഭാഗമായി സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ കീഴാള ജനവിഭാഗങ്ങൾ, വിവിധ ജാതി വിഭാഗങ്ങളിലുള്ള കീഴാള ജനവിഭാഗങ്ങൾ ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായും 80കളോടുകൂടി മതേതരത്വത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു.
അപ്പം 80-കളിൽ സംഭവിച്ചത് മതേതരത്വത്തെയും അവർ ആ രീതിയിൽ ആഖ്യാനം ചെയ്തു. ഇപ്പം നമുക്കറിയാം മതേതരത്വം ഒരു മതേതര ജീവിത രീതി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹിന്ദുക്കൾ സാധാരണ ചെയ്യുന്ന ജീവിത രീതിയാണ് മതേതര ജീവിത രീതി. ഒരു മതേതര വസ്ത്രം ഏതാണ്? സാരി, പർദ്ദയോ മതേതരത്തിനെതിരായിട്ടുള്ളൊരു വസ്ത്രമാണ്. ചുരിദാറോ 1980-കളിൽ പോലും ചുരിദാർ ഒരു ഉമ്മച്ചി വസ്ത്രമായിട്ടാണ് കരുതിപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ചുരിദാർ ഒരു പൊതുവസ്ത്രമായി മാറി. അത് ആഖ്യാനങ്ങളുടെ ശക്തിയാണ്. അപ്പോൾ ആഖ്യാനങ്ങളുടെ ഭാഗമായിട്ട് ഭരണകൂടം തന്നെ ഇസ്ലാമോഫോബിക്കായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഭരണകൂടമാണ് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളെ കേരളത്തിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ഇസ്ലാമോഫോബിയ അതിൻ്റെ രൂപത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ആകെ മാറാൻ പോകുന്നത് കക്ഷി രാഷ്ട്രീയ ഇസ്ലാമോഫോബിയ മാത്രമാണ്. അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയങ്ങൾ അവരുടെ ഇസ്ലാമോഫോബിയ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാറി മറ്റൊരാൾ വരിക മാത്രമാണ്. അതിൽ തീർച്ചയായിട്ടും ഭരണകൂട ഇസ്ലാമോഫോബിയ നിലനിൽക്കും. ഈ ഭരണകൂട ഇസ്ലാമോഫോബിയ തിരിച്ചറിയണമെങ്കിൽ ഇസ്ലാമോഫോബിയയെ നാം കക്ഷി രാഷ്ട്രീയ പ്രശ്നത്തിന് പുറത്ത് മനസ്സിലാക്കുകയും അങ്ങനെ വിശകലനം ചെയ്യും, അതിനെതിരെ പോരാടുകയും ചെയ്യേണ്ടതുണ്ട്. ഈ സമ്മേളനത്തിനോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ജീവിതത്തിൻ്റെ, മുസ്ലിങ്ങൾ ഇനി ജീവിക്കണോ വേണയോ, ഈ സമൂഹത്തിൽ ജീവിക്കണോ നിലനിൽക്കണോ എന്ന് പറയുന്നതിൻ്റെ പ്രശ്നമാണ്. അത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് വിട്ടുകൊടുക്കരുത്, ഒരു തരത്തിലും വിട്ടുകൊടുക്കരുത്. ഈ സമൂഹം ഒരു ജനത എന്ന നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് മുസ്ലിങ്ങളുടെ പ്രശ്നം മാത്രമല്ല, മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ. എൻ്റെ ജോലി പോയത് ഞാനൊരു മുസ്ലിം പത്രത്തിലെ ജോലിക്കാരനായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഈഴവനായ എനിക്കും ഇസ്ലാമോഫോബിയ സംഭവിക്കാം. രാം നാരായണൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് അദ്ദേഹം ഒരു ദലിതാണ്, ചാമാറാണ്, അതൊരു സത്യനാമിയാണ്. എന്നിട്ടും കൊല്ലപ്പെട്ടത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടല്ല, മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്. അപ്പോൾ കീഴാളനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇസ്ലാമോഫോബിക്കെതിരെ പോരാടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതൊരു കക്ഷിരാഷ്ട്രീയ പ്രശ്നമാക്കാതെ അതിനെതിരെ പോരാട്ടം നിരന്തരം തുടരുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ എന്നെ സംസാരിക്കാൻ ക്ഷണിച്ചതിന് ഇതിന് സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.